ഒരാള് നാളെ വന്നിട്ട് അങ്ങോട്ട് പോകണം ഇങ്ങോട്ട്. ഞാൻ ചോദിച്ചു എന്ത് സാറേ അത് ഇവിടെ 2 രൂപയ്ക്ക് ദോശ കൊടുക്കും. ഞാൻ പറഞ്ഞു ഇത് തന്നെ ഞാൻ തന്നെ ആള്. ചേട്ടാ ഇവിടെ ദോശ എത്ര രൂപ കൊടുക്കുന്ന? ദോശ 2 രൂപ. ആദ്യം 1 രൂപയായിരുന്നു, രണ്ടാമത് 2. ഒരുപാടുപെട്ടവരെന്ന് രസപ്പെടാൻ തീർന്ന ഓടികളായി. 10 രൂപ കൊണ്ടുവന്നു കഴിഞ്ഞാൽ 5 ദോശയും ചമ്മന്തിയും കഴിക്കാം. ഇത് പ്രതീക്ഷിച്ച് പറഞ്ഞവരുണ്ട്, പുതിയതായിട്ട് പറഞ്ഞവര് 2 രൂപ ദോശ ഇവിടെ എവിടെ കിട്ടുമെന്ന് പറഞ്ഞു. തന്നല്ലേ? പിന്നെ ചേട്ടാ ഇവിടെ എന്തൊക്കെ ഐറ്റം ഉണ്ടാവും? ദോശ, രസവട, പപ്പടം, ആംപ്ലേറ്റ്. മാവ് തീരുന്നവരെ ചൂടും. തീരുന്നവരെ ചൂടും. എന്നാ വലിയ മഴ അടിച്ചാൽ എളുപ്പം തീരുവാங்க. ഒരു അരമണിക്കൂർ തോന്നുന്നാ മതി, എല്ലാം കൂടെ വന്ന് വളയും. ചേട്ടാ ഇവിടെ ദോശ എത്ര കൊടുക്കുന്ന? ദോശ 2 രൂപ. 2 രൂപ. ഇത് എത്ര വർഷമുണ്ട്? ഇത് 32 വർഷം കൊണ്ട് 2 രൂപ. 32 വർഷമായിട്ടും ദോശയുടെ വില കൂട്ടിയില്ല? ഇല്ല. ആദ്യം 1 രൂപയായിരുന്നു, രണ്ടാമത് 2 രൂപ. 32 വർഷം കൊണ്ട് ഇവിടെ തട്ടുകട ഉണ്ട്. ചേട്ടാ ഇവിടെ എന്തൊക്കെ ഐറ്റം ഉണ്ടാവും? ദോശ, രസവട, പപ്പടം, ആംപ്ലേറ്റ്. എത്ര മണിക്കാ ചേട്ടൻ കട തുറക്കുക ഇവിടെ? കട ഒരു 5:30 മണിയൊക്കെ കഴിയും. 5:30 കഴിയുമ്പോഴത്തേക്ക് ഇതെല്ലാം തയ്യാറാവും. രാത്രി എത്ര മണി വരെ ഉണ്ടാവും? രാത്രി മാക്സിമം 10 മണി. മാക്സിമം 10 മണി. അതിന് മുമ്പ് സാധനങ്ങൾ തീരുവാണെങ്കിൽ അടയ്ക്കും. അങ്ങ് പോകും. എല്ലാ ദിവസവും ഉണ്ടാവും ഇവിടെ കട? ഞായറാഴ്ച പോയിട്ട് ബാക്കിയുള്ള എല്ലാ ദിവസവും. ഞായറാഴ്ച പോയിട്ട് ബാക്കിയുള്ളത്. പിന്നെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഒരു ദിവസം ലീവാക്കും. ചേട്ടാ ഈ 35 വർഷം കൊണ്ട് ഈ ഒരു ഇത് തട്ടുകടയിൽ തന്നെയാണോ? 32 വർഷം ഉണ്ട്. ചേട്ടാ 32 വർഷം കൊണ്ട് ഈ ഒരു തട്ടുകട കൊണ്ടാണ് ചേട്ടന്റെ ജീവിതമാർഗമായിട്ട് പോകുന്നത്. അതെ. വൈകിട്ട് ചിക്കൻ കറി ഒന്നും കൊണ്ടുവരൂലേ? ഇല്ല. അതിനൊന്നും നടക്കൂല. ഇതേ പ്രയാസപ്പെട്ടാണ് നടക്കുന്നത്. ഡെയിലി എത്ര രൂപ വേണമെന്നറിയാം. മരുന്ന് വാങ്ങിക്കാൻ തന്നെ. അതിനാണ് ഇത് കൊണ്ടുവന്നത്. പിന്നെ എല്ലാ പേപ്പറുകളും വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. പേപ്പറുകളും മേടിച്ചു വെച്ചു. ചേട്ടനെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടോ? മോനുണ്ട്. മോൻ ഇവിടെ യൂണിയനിലാണ്. എന്റെ ജോലി അവനെ പ്രത്യേകിച്ച്. ചേട്ടൻ യൂണിയനിലുണ്ടായിരുന്നു? ഞാൻ ഇവിടെ യൂണിയനിലുണ്ടായിരുന്നു. യൂണിയനിൽ നിന്ന് മാറിയതിനു ശേഷമാണ് ഈ കടയൊക്കെ തുടങ്ങിയത്? ഇല്ല. അതിന് മുമ്പേ ഉണ്ട്. അന്ന് തൊട്ടേ ഇത്ര ഐറ്റം? ദോശ, ചമ്മന്തി, രസവട, പപ്പടം. മുളക് കറി. രസവട ഫേമസ് ആണല്ലോ തിരുവനന്തപുരത്ത്. രസവട ഇല്ലാതെ ആരും കഴിക്കില്ല. ചിലപ്പോൾ ഒരുപാടുപെട്ടവരെന്ന് രസവട തീർന്ന ഓടിക്കളയോ. കൂടെ രസവട, പപ്പടം. എത്ര രസവട കൊണ്ടുവരും ഒരു ദിവസം? 60-70. ദോശ ഇങ്ങനെ ആൾക്കാർ വരുന്നതനുസരിച്ച് ചുട്ടോണ്ടിരിക്കും. ഞാൻ എങ്കിലും മോൻ പറഞ്ഞതിന് മുമ്പേ ഇത് നിറച്ചു വയ്ക്കും ഏകദേശം. പിന്നെ ഓംലെറ്റ് അല്ലെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കും. തിരക്കാവും. പിന്നെ ഒറ്റയ്ക്ക് നടക്കൂല. ആരും പോവേന്നുമില്ല. ഇവിടെ വർണ്ണവരെ ആരും പോവില്ല. അപ്പൊ ഇനി വേറെ ഐറ്റംസ് ഒന്നും കൊണ്ടുവരാൻ പ്ലാൻ ഇല്ല? ഇല്ല. നടക്കൂല. പൊമ്മറന്നവർക്ക് വയ്യ. അവർക്ക് BP ഒക്കെ കയറി, ബ്ലഡ് മണ്ടയിൽ കയറി, അങ്ങനെ ആശുപത്രിയിലൊക്കെ കൊണ്ടിട്ടിരുന്നു. എപ്പോഴും കുനിയാനും നോക്കില്ല. അങ്ങനെ ബുദ്ധിമുട്ടുണ്ടല്ലോ. ചേട്ടാ ഒറ്റയ്ക്കേ ഉള്ളു. എങ്കിലും അവളോട് സപ്പോർട്ടൊക്കെ ചെയ്ത് തരും എല്ലാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ 10 രൂപ കൊണ്ടുവന്നു കഴിഞ്ഞാൽ 5 ദോശയും ചമ്മന്തിയും കഴിക്കാം. 10 രൂപ ഉള്ള ഒരാളും പട്ടിണി നടക്കണ്ട. പിന്നെ നമുക്ക് ഇതുപോലെ 7-8 പോരെ? ഒരു 5 മതി. 10 കഴിച്ചാലും എത്ര? 20 രൂപയല്ലേ ആവത്തുള്ളൂ? 20 രൂപ ആവുള്ളൂ. 2 ദോശയുടെ പൈസക്ക് അല്ലേ 10 കൊടുക്കണം ഇവിടെ? 15 രൂപ ഒരു ദോശ. ചേട്ടൻ പിന്നെ എങ്ങനെ ഈ വിലയിൽ പിടിച്ചിരിക്കണ? ഇപ്പൊ എന്ത് ചെയ്യാൻ? മരുന്ന് വാങ്ങിണ്ടേ? അത് മാത്രമല്ല, തണ്ട എഴുതിയൊക്കെ 4 സൈഡിൽ വച്ചേക്കുന്നു. ഇത് പ്രതീക്ഷിച്ച് പറഞ്ഞവരുണ്ട്, പുതിയതായിട്ട് പറഞ്ഞവര് 2 രൂപ ദോശ ഇവിടെ എവിടെ കിട്ടുമെന്ന് പറഞ്ഞു. തന്നല്ലേ? പിന്നെ അന്വേഷിച്ചു വരും. ഇത് ഒരു 1-2 മാസം ആയതേ ഉള്ളൂ ഇത് എഴുതി വെച്ചിട്ട്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇതില്. ഇതിൽ എഴുതി വെച്ചിട്ട് 2 രൂപ ദോശ 2 രൂപ. അതിന് മുന്നേ 2 രൂപയായിരുന്നെങ്കിലും ഈ ആൾക്കാർക്ക് അറിഞ്ഞൂടാ ഇവിടെയാണെന്ന്. പിന്നെ നിങ്ങളെ പോലെയുള്ളവർ വന്ന് വീഡിയോ ഒക്കെ എടുത്ത് ഇട്ടതിന് ശേഷം അന്വേഷിച്ച് വരും. പാലത്തിന്റെ അവിടെയാണ്. അങ്ങും പോവും ഇങ്ങോട്ടും പോവും. ഒരാള് നാളെ വന്നിട്ട് അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം. ഞാൻ ചോദിച്ചു എന്ത് സാറേ അത് ഇവിടെ 2 രൂപയ്ക്ക് ദോശ കൊടുക്കും. ഞാൻ പറഞ്ഞു ഇത് തന്നെ. പിന്നെ കുറെ നേരം ഇതുപോലെ വന്ന് നിന്നിട്ട് ദോശ വാങ്ങിച്ച് കഴിച്ചിട്ട് പോയി. ചായ ഒന്നും ഉണ്ടാവില്ല. അതൊന്നും നടക്കൂല. ഇതേ പാടുപെട്ടാണ് ചെയ്യണത്. എല്ലാം നടക്കൂല. എല്ലാം ചെലവാകും. ചായയൊക്കെ ഉണ്ടെങ്കിൽ ചെലവാകും. തയ്യാറായി കൊടുക്കാനുള്ളൊരു നടക്കൂല. ഇതൊക്കെ ഒരു 7-8 മണിയൊക്കെ ആകുമ്പോ ഭയങ്കര തിരക്കായിരിക്കും ഇവിടെ. ചേട്ടന്റെ പേരെന്താണ് ചേട്ടാ? എന്റെ പേര് ശശി എന്നാണ്. മോന്റെ പേര് ശരത്ത്. ആളും കൂടെ കുറച്ച് കഴിയുമ്പോ വരുമല്ലേ? പിന്നെ അവൻ 7 മണിയാകുമ്പോ വരും. യൂണിയന്റെ പരിപാടി കഴിയുമോ? അല്ല, അത് 5 മണിക്ക് തീരും. പിന്നെ ഒരു 2 മണിക്കൂർ കൊണ്ട് വല്ലതുമൊക്കെ പറഞ്ഞെങ്കിൽ അവരെ ചായ കുടിയൊക്കെ നടക്കും. അത്ര ഒരു ദിവസം ഇപ്പൊ എത്ര ദോശ ഇടും ഒരു ദിവസം? അതൊന്നും അറിയാമില്ല. ദോശയുടെ കണക്കൊന്നും അറിയാമില്ല. മാവ് തീരുന്നവരെ ചുടും. മാവെല്ലാസം തീരൂ. പിന്നെന്ത്, ചില ദിവസം അങ്ങനെ ഇരുന്നു. ഈ ചെറിയ മഴയൊക്കെ അടിക്കുമ്പോഴേ അങ്ങനെ പ്രശ്നമാണല്ലേ? അതാണ്. എന്നാ വലിയ മഴ
അടിച്ചാൽ എളുപ്പം തീരും. അത് ഒരു അരമണിക്കൂർ തോന്നുന്ന നിന്നാ മതി, എല്ലാം കൂടെ വന്ന് വളയും. ഓ അങ്ങനെ നേരത്തെ എനിക്ക് വീട്ടിലും പോവാം. തണുപ്പുള്ളപ്പോ ചൂട് ദോശ കഴിക്കാൻ ആൾക്കാർ വരുമല്ലേ? അല്ല, മഴ തീർന്ന ഉടനെ ആൾക്കാർ വരും. ഒരു അരമണിക്കൂർ മാറി നിന്നാൽ മതി. എത്ര വലിയ മഴയായിരുന്നാലും ഒരു അരമണിക്കൂർ മാറി നിന്നാൽ മതി. അരമണിക്കൂറിൽ കച്ചവടം തീരും. എത്ര മഴയായിരുന്നാലും വയ്ക്കുകയും ചെയ്യും ഞാൻ. വയ്ക്കുകയും ചെയ്യും. കട ഉണ്ടാവും. മഴയാണെങ്കിലും എത്ര മഴയായിരുന്നാലും, കൂട്ട മഴയായിരുന്നാലും, വെളുക്ക മഴയായിരുന്നാലും, രാത്രി പകൽ മഴയായിരുന്നാലും ഞാൻ ഇവിടെ കൊണ്ടുവരും. സാധനങ്ങൾ കൊണ്ടുവന്ന് കച്ചവടം ചെയ്യും. ഇത് പ്രതീക്ഷിച്ച് വരുന്ന ഒരുപാട് പേരുണ്ട്. പിന്നെ ഒരുപാട് പേരുണ്ട്. പിന്നെ എത്ര വർഷം കൊണ്ട് ഞാൻ വെക്കുന്നത്, പ്രതീക്ഷിച്ച് വരുന്നവരുണ്ട്. ഇവിടെ ഗൂഗിൾ പേയും കാര്യങ്ങളൊക്കെ ഉണ്ടോ? എല്ലാം ഉണ്ട്. ഓംപ്ലേറ്റ് എത്ര രൂപ? ഓംപ്ലേറ്റ് 20, വട 12, പപ്പടം ആദ്യം 4 രൂപ ആയിരുന്നു, ഇപ്പൊ 5 രൂപ. പപ്പടം 5 രൂപ. ഓംപ്ലേറ്റ് ഡബിൾ ഓംപ്ലേറ്റ് 40. പാഴ്സലും കൊടുക്കുമല്ലേ? പിന്നെ പാഴ്സൽ തന്നെ കൂടുതലും കൊച്ചാളുകളൊക്കെയാണ് പറഞ്ഞത് ഈ ചെറിയ ദോശ തിന്നെ. ഇല്ലെങ്കിൽ അവര് വാങ്ങിച്ചുണ്ട്. കുട്ടികളെ കൂട്ടിയിട്ടാ വരിക. സ്ഥലം വരണത് നീർമൺകര. കരമനയ്ക്ക് താഴെ. ഇതിന്റെ നന്ദിലത്തിന്റെ അടുത്ത്.